ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഈ നാടിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. ഒരു വലിയ മുന്നേറ്റം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇനി വരുന്ന ഭരണത്തില്, ഈ വരുന്ന 5 കൊല്ലം നമ്മുടെ പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് തല ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ സർക്കാർ ആയിക്കോട്ടെ, ഈ ഭാഗത്തു നിന്നൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പുണ്ട്, നമുക്ക് കാർഷിക വകുപ്പുണ്ട്, എല്ലാ വകുപ്പുണ്ട്, ആരോഗ്യ മേഖലയുണ്ട്, നമുക്കൊരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ആർ ബിന്ദു. കഴിഞ്ഞൊരു മീറ്റിംഗിൽ നമ്മളൊക്കെ വൈറലായിട്ട് കേട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, മീറ്റിംഗ്സ് ആൻഡ് മീറ്റിംഗ്സ്, wherever I go I keep my house in my head. ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യമാണ്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇതാണ് ഓരോ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ഓരോ ആളുകളുടെയും യോഗ്യത എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മന്ത്രിമാരുണ്ടെങ്കിൽ പിന്നെ ഇത്രത്തോളം ഇതിലപ്പുറം എന്താണ് നമ്മുടെ ജില്ലയിൽ നടക്കേണ്ടതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പൊ അതിനൊക്കെ ഇപ്പൊ വർഗീയത പറഞ്ഞ്, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, 4 വോട്ടെങ്കിൽ 4 വോട്ട് കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. ഇതിനൊക്കെ എതിരെയുള്ള നമ്മുടെ ഈ പോരാട്ടത്തില് നമ്മൾ ഓരോരുത്തരും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ട് ഭാഗമാകണമെന്നാണ് പറയാനുള്ളത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പിരിഞ്ഞു പോകുന്നില്ല. ഇനി നിങ്ങളാണ് സംസാരിക്കേണ്ടത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ ആശയങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ ഇത്രയും ആളുകളുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ഓരോ ആശയങ്ങൾ വെച്ച് പറയുമ്പോൾ എത്ര വ്യത്യസ്തമായ ആശയങ്ങളാണ് നമുക്ക് ലഭിക്കുക. അതൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചെയ്യും.